വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വഴിക്കടവ് ഉൾവനത്തിലെ അളക്കൽ നഗറിലെ കുടുംബങ്ങൾക്ക് ഓണസമ്മാനവുമായി 10 വീടുകൾ കൈമാറി. സന്തോഷം മലയടിച്ച അന്തരീക്ഷത്തിൽ ആര്യടൻ ഷൗക്കത്ത് MLA താക്കോൽ കൈമാറി. ഭവന പദ്ധതിയുടെ പേരിൽ ആദിവാസി സമൂഹം ചൂഷണത്തിനിരയാകുമ്പോൾ മികച്ച സൗകര്യങ്ങളോടെ വീടൊരുക്കിയ വഴിക്കടവ് പഞ്ചായത്തിന്റെ പദ്ധതി മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 10 വീട്ടുകാർക്കുള്ള പാത്രങ്ങളുടെ വിതരണവും MLA നിർവഹിച്ചു. വഴിക്കടവ് പഞ്ചായത്തിനെ ഞാൻ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് എനിക്കറിയില്ല. ഞാൻ വളരെ മുക്തകണ്ഠം ഞാൻ അഭിനന്ദിക്കും. ഒരു സംശയവും വേണ്ട. ഈ ഇപ്പൊ എല്ലാ നഗറിലും ഉന്നതിയിലും പോയാൽ കാണുന്നത് എന്താ? വീട് ഞങ്ങൾ വെച്ചോളാന്ന് പറഞ്ഞ് പലരും കാശ് വാങ്ങും. വീടൊക്കെ പാതി വഴിയിൽ കിടക്കുക. അതാണ് ഞാൻ പറഞ്ഞ ഇത്ര വലിയ സന്തോഷം. ഏത് ആദിവാസി ഉന്നതിയിൽ പോയാലും പാതി വഴിയിൽ കിടക്കുന്ന വീടുകളാണ് കാണാൻ പറ്റുന്നതെങ്കിൽ ഇവിടെ ഈ പുഞ്ചക്കൊല്ലി, ഈ അളക്കൽ പ്രദേശത്ത്, ഈ ഉന്നതിയിൽ ഇത്ര സുന്ദരമായ വീട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ വലിയ സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ചെയ്തു തന്ന, അതിൻ്റെ കരാറ് പണി ഏറ്റെടുത്ത സൊസൈറ്റിയെ, പ്രത്യേകിച്ചും സുഗതൻ മാഷുടെയും നമ്മുടെ നാണിയുടെയും നമ്മുടെ വക്കീലിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഈ സൊസൈറ്റിയെ അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഈ ഓണമെന്ന് ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ സഹായം നിങ്ങളുടെ കൂടെ കൂടാൻ. വഴിക്കടവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാതൃകാ വീടുകൾ നിർമ്മിച്ചത്. ലൈഫ് പദ്ധതിയിൽ 420 ചതുരശ്ര അടിയുടെ വീടാണ് നൽകുന്നതെങ്കിൽ വഴിക്കടവ് പഞ്ചായത്ത് 2 കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും അടക്കം 560 ചതുരശ്ര അടിയിലാണ് മനോഹരമായ വീട് നൽകിയത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ, പഞ്ചായത്ത് അംഗങ്ങളായ റയ്യാനത്ത് മുഖ്രിത്തൊടിക, PK അബ്ദുൽ കരീം, M ഷിഹാബ്, മുജീബ് തുറക്കൽ, മുപ്ര സൈദലവി, അളക്കൽ നഗർ മൂപ്പൻ, കുള്ളൻ ചാത്തൻ, അസിസ്റ്റന്റ് സെക്രട്ടറി V അനിൽകുമാർ, സൊസൈറ്റി ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് അജേഷ് നാഗലോടി, O ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ് എടക്കര.